വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1,00,000 രൂപ സമ്മാനവുമായി ഞാനെത്തും. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TVയുടെ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിൽ തിരുവാലിയിൽ UDFന്റെ പ്രസിഡന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. താരിയൻ സുമയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. നോക്കാം ഇന്നത്തെ വാർത്തകൾ. തിരുവാലി പഞ്ചായത്തിലെ അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ സുമാ താരിയൻ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ദിവസങ്ങളായി തുടരുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കും തർക്കങ്ങൾക്കും വിരാമമിട്ടുകൊണ്ടാണ് UDF പ്രതിനിധിയായ കോൺഗ്രസ് അംഗം സുമാ താരിയൻ പഞ്ചായത്തിന്റെ അമരത്തെത്തുന്നത്. രാവിലെ പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സുമാ താരിയനെ സൊഫാന ഋഷി പിന്താങ്ങുകയും K മുഹമ്മദ് നജീബ് നിർദ്ദേശിക്കുകയും ചെയ്തു. K ഷീബയാണ് LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. P നാരായണൻ നിർദ്ദേശിച്ചു. P മീനാക്ഷി പിന്താങ്ങി. 8-നെതിരെ 11 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥിയുടെ വിജയം. വരണാധികാരിയും മഞ്ചേരി AEOയുമായ ബീന മാണിക്കോത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സുമ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവാലിയിലെ വികസനത്തിന് വേണ്ടി 19 വാർഡിലെ അംഗങ്ങളെയും യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് അധികാരമേറ്റ ശേഷം സുമാ താരിയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഈ ഒരു ദിവസം തുടക്കമാണ്. പരമാവധി ജനങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളെ നിറവേറ്റാൻ പരമാവധി പ്രയോജനപ്പെടുത്തും. അതോടൊപ്പം തന്നെ യാതൊരു രാഷ്ട്രീയമോ മതം ജാതി ഭേദമോ നോക്കാതെ ക്ഷേമകാര്യത്തിൽ ക്ഷേമമാണ് UDFന്റെ ലക്ഷ്യം. നിരവധി UDF നേതാക്കളും പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ എത്തിയിരുന്നു. തുടർന്ന് തിരുവാലി ടൗണിൽ പ്രകടനവും നടത്തി. കരയോഗം അംഗമായ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാത്തതിന്റെ പേരിൽ 2 കുടുംബങ്ങളെ കരയോഗം പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി NSS തൃക്കൈക്കുത്ത് കരയോഗത്തിന്റെ പ്രതികാര നടപടി. EK ഉണ്ണികൃഷ്ണൻ, മാങ്കാവിൽ ഹരിദാസൻ എന്നിവരെയും കുടുംബത്തെയുമാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്. 26 വെള്ളിയാഴ്ച ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇരുവരെയും കുടുംബത്തെയും കരയോഗത്തിൽ നിന്നും പുറത്താക്കിയത്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കരയോഗം അംഗവും ഏറനാട് യൂണിയനിലെ പ്രവർത്തക സമിതി അംഗവുമായ കെ കൃഷ്ണദാസ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നു. സ്ഥാനാർത്ഥിക്കെതിരെ വാട്സപ്പിലും പൊതുസമൂഹത്തിലും അപവാദ പ്രചരണങ്ങൾ നടത്തിയെന്ന കാരണം പറഞ്ഞാണ് 9 പേർ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ 8 പേരുടെയും പിന്തുണയോടെ പുറത്താക്കൽ നടപടിയെടുത്തത്. എന്നാൽ ഒരു നോട്ടീസ് നൽകുകയോ വിശദീകരണം ചോദിക്കുകയോ ചെയ്യാതെയുള്ള പുറത്താക്കലിനെതിരെ ഇരുവരും രംഗത്തെത്തി. തൃക്കൈക്കുത്ത് കരയോഗത്തിൽ ഏകാധിപത്യ നടപടിയാണെന്നും ഇതിനെതിരെ ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകുമെന്നും ഇ.കെ. ഉണ്ണികൃഷ്ണൻ, മാങ്കാവിൽ ഹരിദാസൻ എന്നിവർ പറഞ്ഞു. NSS അംഗമായ UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചില്ല എന്ന കാരണത്താൽ എന്നെയും ശ്രീഹരിയെയും NSS കരയോഗത്തിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ കാരണം അല്ലെങ്കിൽ വിശദീകരണം ഞങ്ങളോട് ചോദിക്കാതെ ഒരു ഏകാധിപത്യ നടപടിയാണ് ഇതിൽ കൈക്കൊണ്ടിട്ടുള്ളത്. അതിൻ്റെ ഏതൊരു സംഘടനയിൽ നിന്ന് പുറത്താക്കുമ്പോഴും വിശദീകരണം ചോദിക്കുക എന്ന ഒരു കീഴ്വഴക്കം ഉണ്ട്. അത് ഇതിൽ നടന്നിട്ടില്ല. ഒരു രാജകീയ വാഴ്ചയുടെ ഭാഗമായിട്ടാണ് ഈ പുറത്താക്കൽ നടപടി ഉണ്ടായത്. എങ്കിലും ഈ നടപടി ഞങ്ങൾക്ക് ശരിവെക്കാനാവില്ല. ആയതുകൊണ്ട് ഞങ്ങൾ NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് പരാതി കൊടുക്കാനും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുമാണ് ഞങ്ങളെ തീരുമാനം. ആ തീരുമാനം സമുദായ സംഘടനയിലെ അംഗങ്ങളെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വാർത്ത നടത്തിയിട്ടുള്ളത്. അതിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കണം. വനമേഖലയോട് ചേർന്ന ചാലിയാർ പുഴയിൽ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് സ്വർണം അരിച്ചെടുക്കുകയായിരുന്ന 7 അംഗ സംഘത്തെ വനപാലകർ അറസ്റ്റ് ചെയ്തു. മോട്ടോർ ഉൾപ്പെടെ തൊണ്ടി സാധനങ്ങൾ പിടിച്ചെടുത്തു. നിലമ്പൂർ റേഞ്ചിൽ പനയങ്കോട് സെക്ഷനിൽ ആയിരവല്ലിക്കാവ് വനത്തിലാണ് സംഭവം. നിലമ്പൂർ റേഞ്ചിൽ പനയംകോട് സെക്ഷനിൽ ആയിരവല്ലിക്കാവ് വനത്തിലാണ് സംഭവം. ഒഴുകുന്ന ചാലിയാറിലാണ് സ്വർണ്ണ ഖനനം നടത്തിവന്നത്. വനം ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. റേഞ്ച് ഓഫീസർ പി സൂരജിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു പരിശോധന. മമ്പാട് സ്വദേശികളായ കുണ്ടുപറമ്പ് ഷമീം, പനങ്ങാട് അബ്ദുൾ റസാഖ്, നെരിമടക്കൽ സക്കീർ, പന്താർ അഷറഫ്, ചപ്പാങ്ങത്തോട്ടത്തിൽ അലവിക്കുട്ടി, പന്താർ ജാബിർ, എടക്കര TC സുന്ദരൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. പനയംകോട് SFO CK വിനോദ്, BFOമാരായ M നൌഷാദ്, PP അഖിൽദേവ്, N ജിഷ്ണു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. അടിപിടിയിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വഴിക്കടവ് മരുത വേങ്ങാപ്പാടം വെള്ളാരം കുന്നിലെ പടിക്കൽ സുരേഷ് എന്ന 32കാരനാണ് മരിച്ചത്. പ്രതി വഴിക്കടവ് മരുത മണ്ണിച്ചീനി തോട്ടുങ്ങൽ അനീഷിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഡിസംബർ 17-നാണ് കേസിനാസ്പദമായ സംഭവം. മരണപ്പെട്ടയാൾ പ്രതിയുടെ ഭാര്യയുമായുള്ള അവിഹിത ബന്ധം ആരോപിച്ചാണ് അടിപിടി ഉണ്ടായതെന്നും മരണപ്പെട്ട യുവാവ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കേരള അതിർത്തിയായ വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ കർശനമായ വാഹന പരിശോധന. അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലഹരി ഇറക്കുമതി തടയുന്നതിൻ്റെ ഭാഗമായാണ് പരിശോധന കർശനമാക്കിയത്. നാടുകാണി ചുരം ഇറങ്ങിയെത്തുന്ന എല്ലാ വാഹനങ്ങളും ഇവിടെ വഴിക്കടവിൽ കർശനമായ പരിശോധനയ്ക്കാണ് വിധേയമാക്കുന്നത്. മലപ്പുറത്തു നിന്നും പോലീസ് ഡോഗ് ലൈക്കയാണ് അതിർത്തിയിൽ പരിശോധനയ്ക്കായി എത്തിയത്. എക്സൈസ് ഇൻസ്പെക്ടർ കെ അഭിലാഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PV സുഭാഷ്, അബ്ദുൾ സമദ്, പ്രിവന്റീവ് ഓഫീസർ A അജു എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. നാടുകാണി ചുരം ഇറങ്ങി വരുന്ന KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ പരിശോധന നടത്തി. ബസ്സിലെ യാത്രക്കാരുടെ ബാഗുകൾ, മറ്റ് ലഗേജുകൾ, വാഹനം എല്ലാം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. പരിശോധന കർശനമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം സ്പെഷ്യൽ പോലീസ് ചെക്ക് പോസ്റ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ചുരം ഇറങ്ങി വരുന്ന ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളുടെയും നമ്പറുകൾ, വാഹന ഡ്രൈവറുടെ വിലാസം, ഫോൺ നമ്പർ എന്നിവ പരിശോധനയ്ക്കൊപ്പം പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. പുതുവർഷം കഴിയും വരെ പോലീസിന്റെ പ്രത്യേക പരിശോധന തുടരും. വണ്ടൂർ അമ്പലപ്പടിയിൽ ഒരുങ്ങിയ സൂര്യകാന്തിത്തോട്ടം നാളെ സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. സർവീസ് സഹകരണ ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രത്തിന്റെ കീഴിലാണ് സൂര്യകാന്തി കൃഷി ചെയ്തത്. അമ്പലപ്പടിയിലെ അംബേദ്കർ കോളേജിനടുത്താണ് സൂര്യകാന്തി തോട്ടം നയന മനോഹര കാഴ്ചയൊരുക്കുന്നത്. നാളെ വൈകിട്ട് 4-ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. മുൻപ് ഇവിടെ നടത്തിയ ചെണ്ടുമല്ലിത്തോട്ടം കാണുവാൻ നിരവധി സഞ്ചാരികൾ എത്തിയിരുന്നു.
സഞ്ചാരികളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുക. ഈ വരുന്ന 30-ാം തീയതി, അത് നാളെ വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഈ തോട്ടം തുറന്നു കൊടുക്കുകയാണ്. അത് സെൽഫി എടുക്കുന്നതിനും റീൽസ് എടുക്കുന്നതിനും സൗകര്യമൊരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തോട്ടം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ നമ്പർ 1 ഹൈബ്രിഡ് സോളാർ സ്പെഷ്യലിസ്റ്റ് സൂര്യ സോളാർ ഇനി മുതൽ നിലമ്പൂരിലും. നിലമ്പൂർ കീർത്തിപ്പടിയിലാണ് സൂര്യ സോളാറിന്റെ ശാഖ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചത്. നിലമ്പൂർ ശാഖ ഹെഡ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ രക്ഷിതാക്കളായ ആയിഷ, കമറുദ്ദീൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സൂര്യ സോളാർ CEO ശരവണൻ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ മാനേജർ ജസീം, ടെക്നിക്കൽ ഹെഡ് ജംഷി, മഞ്ചേരി ഫ്രാഞ്ചൈസി ഉടമ ഷബീർ, മാർക്കറ്റിംഗ് ഹെഡ് ജിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലുടനീളം ശാഖകളുള്ള സൂര്യ സോളാർ 17 വർഷത്തെ പ്രവൃത്തി പരിചയവുമായാണ് പുതിയ തലങ്ങളിലേക്ക് കുതിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമായി 13,000-ലധികം ഗാർഹിക ഉപഭോക്താക്കളും 2,500-ലധികം പ്രൊജക്റ്റുകളും സൂര്യ സോളാർ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമുള്ള PM സൂര്യഘർ പദ്ധതിയിലൂടെ മുതൽ മുടക്കില്ലാതെ ലോണോടുകൂടി സോളാർ സ്വന്തമാക്കുവാനും സാധിക്കും. മാസം തോറും 1,300 രൂപ മാത്രം തവണയിൽ സോളാർ സ്ഥാപിക്കുവാനാകും. വലിയ കറണ്ട് ബില്ല് താങ്ങുവാൻ സാധിക്കാത്തവർക്കായി സുതാര്യമായ നടപടികളിലൂടെ സോളാർ സ്വന്തമാക്കുവാൻ സൂര്യ സോളാർ വഴി സാധ്യമാകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി 10 വരെ രജിസ്റ്റർ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് 5,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും സോളാറിന് സ്പെഷ്യൽ ഇൻഷുറൻസും ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്കും ബുക്കിങ്ങിനും നിലമ്പൂർ കീർത്തിപ്പടിയിലെ സൂര്യ സോളാർ ഓഫീസ് സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9072 600 018 8089 249 695 9072 600 044 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാവുകയാണ്. വിശദമായ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് 1,00,000 രൂപ സമ്മാനവുമായി ഞാനെത്തുന്നു. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, the most trusted name in TV, mobiles and appliances. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്,
കക്കാടംപൊയിൽ മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി.